നമസ്കാരം. തടയ ന്യൂസിലേക്ക് സ്വാഗതം. ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചതിനെ തുടർന്ന് യാത്രക്കാർ കൈവിട്ട് നഷ്ടത്തിലായ സ്വകാര്യ ബസ്സുകളെ രക്ഷിക്കാൻ KSRTCയുടെ പുതിയ നീക്കം. സ്വകാര്യ ബസ്സുകളുമായി മത്സരിച്ചോടിയിരുന്ന പാതകളിൽ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിൽ ഓർഡിനറി ബസ്സുകളുടെ ഷെഡ്യൂൾ പുനഃക്രമീകരിക്കാനാണ് തീരുമാനം. സ്വകാര്യ ബസ്സുകാർക്കും യാത്രക്കാരെ കിട്ടുന്ന വിധത്തിൽ KSRTC ബസ്സുകളുടെ യാത്രാ സമയത്തിൽ 5 മുതൽ 10 മിനിറ്റ് വരെ മാറ്റം വരുത്താനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. 3125 ഓർഡിനറി ബസ്സുകളിലാണ് സൗജന്യ യാത്ര നിലവിൽ അനുവദിച്ചിട്ടുള്ളത്. ഇതിൽ 40% ഷെഡ്യൂളുകൾ സ്വകാര്യ ബസ്സുകാരെ ബാധിക്കുന്ന വിധത്തിലാണെന്നാണ് പ്രാഥമിക നിഗമനം. വരുമാനം പരമാവധി ഉയർത്താനുള്ള നിർദ്ദേശപ്രകാരം തയ്യാറാക്കിയ ഷെഡ്യൂളുകളാണ് ഇപ്പോൾ ഉള്ളത്. ചില പാതകളിൽ യാത്രക്കാരെ കിട്ടാൻ സ്വകാര്യ ബസ്സുകളുമായി മത്സരിച്ചോടുന്നു. റൂട്ട് കോൺഫറൻസുകളിൽ സ്വകാര്യ ബസ്സുകാരുമായി തർക്കിച്ച് കൂടുതൽ യാത്രക്കാരെ കിട്ടുന്ന സമയവും സ്വന്തമാക്കിയിട്ടുണ്ട്. യാത്രക്കാരുള്ള സ്വകാര്യ ബസ്സുകൾക്ക് മുന്നിൽ KSRTC ഓർഡിനറി ബസ്സുകൾ ഓടിക്കുന്ന പ്രവണതയും നിലവിൽ കണ്ടുവരുന്നുണ്ട്. പരമാവധി വരുമാനം ഉണ്ടാക്കണമെന്ന സമ്മർദ്ദമാണ് ഡിപ്പോ മേധാവികളെ ഇതിലേക്ക് നയിക്കുന്നതെന്നാണ് കണ്ടെത്തൽ. സൗജന്യ യാത്ര പ്രഖ്യാപിച്ചപ്പോഴും ഇതിൽ മാറ്റമില്ല. ചില പാതകളിൽ ആവശ്യത്തിലധികം പ്രിയദർശിനി ഓർഡിനറികൾ ഉള്ളതായും എന്നാൽ അതേസമയം മറ്റു ചില റൂട്ടുകളിൽ സൗജന്യ യാത്ര പരിമിതമാണെന്നും പരാതിയുണ്ട്. സർക്കാർ നൽകുന്ന സൗജന്യ യാത്രയുടെ ഗുണം കൂടുതൽ ബസ്സുകളുള്ള തെക്കൻ ജില്ലകളിൽ പോലും എല്ലാ റൂട്ടുകളിലും എത്തുന്നില്ലെന്നും പരാതി ഉയരുന്നു. തിരുവനന്തപുരം നഗരത്തിലെ 320 സിറ്റി ഫാസ്റ്റുകളും ചില റൂട്ടുകൾ കേന്ദ്രീകരിച്ചാണ് ഓടുന്നത്. അതേസമയം മറ്റു ചില പാതകളിൽ പൂർണ്ണമായും പ്രിയദർശിനി ബസ്സുകൾ മാത്രമാണുള്ളത്. സ്വകാര്യ ബസ്സുകാരുമായി റൂട്ട് പങ്കിടുന്ന മേഖലകളിൽ പ്രിയദർശിനി പദ്ധതി ആരംഭിച്ച ശേഷം സ്വകാര്യ ബസ്സുകാരുടെ വരുമാനത്തിൽ പ്രതിദിനം 1500 മുതൽ 2000 രൂപയുടെ വരെ കുറവുണ്ടായി എന്ന് മന്ത്രി CP ജോൺ നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു. നികുതിയിൽ 50% ഇളവ് നൽകിയെങ്കിലും ഇത്രയും നഷ്ടം സഹിച്ച് പിടിച്ചു നിൽക്കാൻ സ്വകാര്യ ബസ്സുകൾക്ക് കഴിയാത്ത അവസ്ഥയാണ്. 10 വർഷത്തിന് മുൻപ് 24,000 സ്വകാര്യ ബസ്സുകൾ ഉണ്ടായിരുന്ന സംസ്ഥാനത്ത് ഇപ്പോൾ അവയുടെ എണ്ണം 8,000-ആയി കുറഞ്ഞിട്ടുണ്ട്. പൊതുഗതാഗത സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി ആവിഷ്കരിച്ച പ്രിയദർശിനി പദ്ധതി കാരണം സ്വകാര്യ ബസ്സുകൾ നിരത്തിൽ നിന്ന് പിന്മാറുന്ന സ്ഥിതിയാണ് ഉള്ളതെന്നും സർക്കാർ നയത്തിന് കടുത്ത തിരിച്ചടി ഉണ്ടാകുമെന്നും സൂചന വരുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് KSRTCയുടെ റൂട്ട് പുനഃക്രമീകരിക്കാൻ ആലോചിക്കുന്നത്.